ഹരിത കേരള മിഷൻ സംഘടിപ്പിക്കുന്ന നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ പഠനോത്സവത്തിന്റെ ഭാഗമായുള്ള കണ്ണൂർ ജില്ലാതല മെഗാ ക്വിസ് മത്സരം സമാപിച്ചു. ഒന്നാം സ്ഥാനം തലശ്ശേരി ബ്ലോക്കിൽ നിന്നുള്ള ആദിദേവ് പി.കെ. കരസ്ഥമാക്കി. മമ്പറം യു.പി. സ്കൂൾ വിദ്യാർത്ഥിയാണ് ആദിദേവ്. വിജയികൾക്കുള്ള സമ്മാനദാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ.കെ. രത്നകുമാരി നിർവഹിച്ചു. മത്സരത്തിൽ പങ്കാളികളായ മുഴുവൻ കുട്ടികൾക്കും പപ്പായ തൈ വിതരണം ചെയ്തു. വളർന്നു വരുന്ന നിങ്ങളുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. ഇപ്പം ഞങ്ങളുടെ കാലമെല്ലാം കഴിയുമ്പോൾ നിങ്ങളാണല്ലോ ഈ നാടിനകത്ത് വലിയ മുതിർന്നവരായി മാറുക. അപ്പം അത് നമ്മളെപ്പോഴും പറയാറില്ലേ, വരുന്ന തലമുറക്ക് ഈ പ്രകൃതി കൈമാറണം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ശേഷം വരുന്നവർക്കെല്ലാം നമ്മുടെ ഈ ഭൂമി ഇതുപോലെ കൈമാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് നമ്മൾ ഏറ്റെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം. അപ്പോൾ നമ്മുടെ ജൈവ വൈവിധ്യം അത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെ സംരക്ഷിക്കണം എന്നതിനെ കുറിച്ച്. ഇപ്പം നമ്മുടെ കാലാവസ്ഥയിലെല്ലാം ഉണ്ടാകുന്ന വലിയ വ്യതിയാനത്തെക്കുറിച്ച് നേരത്തെ ഇവിടെ അധ്യക്ഷൻ അതുപോലെ തന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ ഹരിത കേരളം മിഷൻ UNDP പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ വിജ്ഞാന കേന്ദ്രത്തിന്റെ കമ്മ്യൂണിറ്റി തല പരിപാടികളുടെ ഭാഗമായാണ് ജൈവ വൈവിധ്യ പഠനോത്സവം. ക്വിസ് മത്സരത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 4 കുട്ടികൾ 2025 മെയ് 16, 17, 18 തീയതികളിൽ അടിമാലിയിൽ വെച്ച് നടക്കുന്ന സംസ്ഥാനതല ജൈവ വൈവിധ്യ പഠനോത്സവത്തിൽ പങ്കെടുക്കാൻ അർഹത നേടി. കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങൾ ആരംഭിച്ച ഹരിത കേരള മിഷൻ ആരംഭിച്ച ഒരു പ്രശ്നോത്തരി പരിപാടി, പരിസ്ഥിതി പ്രശ്നോത്തരി പരിപാടിയാണ് ഈ നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞത്. പക്ഷേ അതിലേക്ക് എങ്ങനെയാണ് കുട്ടികളെ പങ്കെടുപ്പിക്കേണ്ടതെന്നൊരു വലിയ ചർച്ചകൾ വന്നു. ചിലപ്പോൾ വിവാദം ഉണ്ടാവും, നിങ്ങൾ പ്രത്യേകം ആൾക്കാരെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് ചർച്ച വരാതിരിക്കാൻ വേണ്ടി ഞങ്ങളത് പഞ്ചായത്ത് തലത്തിൽ നിന്നുള്ള കുട്ടികളെ കണ്ടെത്തി. പിന്നീട് ബ്ലോക്ക് തലത്തിലുള്ള മത്സരം, ഒരു പരീക്ഷ എന്ന നിലയിൽ, മത്സരം എന്ന നിലയിലല്ല, താല്പര്യമുള്ള കുട്ടികളിൽ നിന്ന് ഒരു എഴുത്ത് പരീക്ഷ മാതിരി ഒരു സാധനം ഉണ്ടാക്കി ചോദ്യങ്ങൾ ചോദിച്ചു. ഇപ്പോൾ ജില്ലാ തലത്തിലേക്ക് അതെത്തി. ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കുന്ന 4 കുട്ടികൾ, ബ്ലോക്കിൽ നിന്ന് 4 കുട്ടികളാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ ഇപ്പോൾ ഇവിടെ നമുക്ക് 48 കുട്ടികളാണ് പങ്കെടുക്കേണ്ടത്. ഇന്ന് 47 കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. ഈ 47 കുട്ടികളിൽ നിന്ന് 4 കുട്ടികളെ നമ്മൾ സംസ്ഥാന തലത്തിലേക്ക് കണ്ണൂരിൽ നിന്ന് അയക്കും. അങ്ങനെ എല്ലാ ജില്ലയിൽ നിന്നും 4 വീതം കുട്ടികൾ വെച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പ്, ഒരാഴ്ചത്തെ അവധിക്കാല ക്യാമ്പാണ് നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞിട്ട് മൂന്നാറിൽ വെച്ച് നടക്കുക. മൂന്നാറിലെ അന്തരീക്ഷം, മൂന്നാറിലെ സാഹചര്യം, മൂന്നാറിലെ കൃഷി, മൂന്നാറിലെ പ്രകൃതി, വംശനാശം വന്നുകൊണ്ടിരിക്കുന്നതിന് ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ, ഇതൊക്കെ നമ്മൾ ഈ നീലക്കുറിഞ്ഞി മ്യൂസിയത്തിൻ്റെ ഭാഗമായി ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അതാണ് ഞങ്ങൾ ഈ പരിസ്ഥിതി പ്രശ്നോത്തരിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്നത്തെ ക്വിസ് മത്സരത്തിൽ തലശ്ശേരി ബ്ലോക്കിൽ നിന്നും ആദിദേവ് P.K. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. മമ്പറം UP സ്കൂൾ വിദ്യാർത്ഥിയാണ്. രണ്ടാം സ്ഥാനം ഇരിക്കൂർ ബ്ലോക്കിൽ നിന്നുള്ള കൃഷ്ണവേണി S. പ്രശാന്ത് കരസ്ഥമാക്കി. കൈരളം AUP സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. മൂന്നാം സ്ഥാനം പയ്യന്നൂർ ബ്ലോക്കിൽ നിന്നുള്ള തന്മയ PV കരസ്ഥമാക്കി. സെന്റ് മേരീസ് HS ചെറുപുഴയിലെ വിദ്യാർത്ഥിനിയാണ്. നാലാം സ്ഥാനം ഇരിട്ടി ബ്ലോക്കിലുള്ള അർജുൻ P. നേടി. കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ്. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ VC ബാലകൃഷ്ണനാണ് പ്രശ്നോത്തരി അവതരിപ്പിച്ചത്. വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ KC സുധീർ കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ സ്വാഗതവും ജില്ലാ ടെക്നിക്കൽ അസിസ്റ്റന്റ് VK അഭിജാദ് നന്ദിയും പറഞ്ഞു. മത്സരത്തിൽ പങ്കാളികളായ മുഴുവൻ കുട്ടികൾക്കും പപ്പായ തൈകൾ വിതരണം ചെയ്തു. ജൈവ വൈവിധ്യത്തെക്കുറിച്ചും അതിന്റെ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള അവബോധം കുട്ടികളിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് പഠനോത്സവവും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ വിജയികളും ഗ്രീൻ അംബാസിഡർമാരുമായ മിതാലി P, വസുദേവ് ഒണ്ടേൻ, അദ്വൈത് സുഷാജ്, ഹരിത കേരളം മിഷൻ വിദ്യാകരണം ജില്ലാ ടീം അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ.